അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ 1-ാം തീയതി മുതൽ 100% വരെ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാഴാഴ്ച സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാകും. ഒരു കമ്പനി അവരുടെ മരുന്നുൽപാദന പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ലെങ്കിൽ 2025 ഒക്ടോബർ 1-ാം തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും ഞങ്ങൾ 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചതിന് പുറമെ കിച്ചൺ ക്യാബിനറ്റുകൾ, ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് 50% തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് 30%, ഹെവി ട്രക്കുകൾക്ക് 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് 27 മുതൽ ഇത് 50% വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മരുന്നുകൾക്ക് 100% വരെ തീരുവയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇതിൽ 31% അമേരിക്കയിലേക്കായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം $3.7 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റുമതി ചെയ്തത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 45%, ബയോസിമിലർ മരുന്നുകളിൽ 15% ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഡോക്ടർ റെഡ്ഡീസ്, ഓറോബിൻഡോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ 30 മുതൽ 50% അമേരിക്കൻ വിപണിയിൽ നിന്നാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമ മേഖലയിൽ വൻതോതിൽ ബാധിച്ചേക്കും.